സുഹൃത്തുക്കളെ, ഇന്ന് ഒരു ഗാർഡൻ്റെ വീഡിയോ കേട്ടോ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് പുതുക്കോടാണ്. ഈ കാണുന്ന റോഡ് മദീന ടു തബൂക്ക് റോഡാട്ടോ. അതിലുള്ള ചെക്ക് പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ വലതുഭാഗത്തേക്ക് നമ്മൾ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുമ്പോൾ ഖൈബർ പോണ റോഡ് തന്നെയാണ്. അപ്പോൾ നേരെ വലതുഭാഗത്ത് കാണുന്ന ഒരു ഗാർഡനാണിത്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മരങ്ങളും ചെടികളും വാഴ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഈ ഗാർഡനിൽ. അതുകൂടാതെ സൗദിയിൽ വിളയുന്ന നല്ല ഈന്തപ്പനകളും വിൽക്കപ്പെടുന്നുണ്ട്. ഈ വാഴയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടാണോ വെക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് മൊബൈൽ ഡിസ്പ്ലേ ചരിച്ച് റൊട്ടേഷൻ ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു ബറാദയാണ് വെള്ളം പിടിക്കുന്നത്, ആളുകൾ കുടിക്കാനുള്ളത്. നമ്മളെ നാട്ടിലുള്ള ആൽമരം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ്, നന്നായിട്ട് നോക്കുന്നുണ്ട് അവർ. നല്ല വളങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കുന്നുണ്ടെന്ന് അത് കണ്ടാൽ അറിയാം. അതിൻ്റെ പുറകുവശത്ത് കാണുന്നത് ഒരു ചെറിയ പള്ളിയാട്ടോ. അത് അതിലേക്കുള്ള വെള്ളമാണ്, ഒളിവെടുക്കാനുള്ള വെള്ളം. അതിൻ്റെ ടാങ്കാണ്, ടാർപോളിൻ്റെ ആ ടാങ്ക്. പിന്നെ ഈന്തപ്പന ഏതാണ് എന്നൊന്നറിയില്ല. ഈന്തപ്പന കുറേ മോഡലുണ്ട് എന്നാണ് ആ ബായി പറഞ്ഞത്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് അതിൻ്റെ അകത്തെ കാഴ്ചകൾ. നമ്മളെ നാട്ടിലെ വേപ്പ് മരം, ആര്യവേപ്പ് നല്ല സുലഭമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ റോസാക്കൊമ്പ്, പിന്നെ ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും. ഇത് പേരയ്ക്ക കേട്ടോ, പേരയ്ക്ക. നമ്മളെ നാട്ടിൽ കൊയ്യാക്കാന്നാ പറയാം, പാലക്കാട്. പേരയ്ക്കയാണ്. ഈ ഗാർഡൻ സമ്മിശ്രമായിട്ടാട്ടോ എല്ലാം ഉണ്ട്. എല്ലാ ചെടികളും നമ്മളെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ചെടികളും. നമ്മളെ നാട്ടിലെക്കാട്ടിയും കൂടുതൽ വെറൈറ്റികളുള്ള മരുഭൂമിയിൽ വളരുന്ന അതുപോലുള്ള ചെടികളൊക്കെ ഉണ്ട്. ഒരു മാവിൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലെ കടലാസ് പൂ എന്നൊക്കെ പറയും, മുള്ളുള്ള പൂവ്. ഇത് മൾബറി ആട്ടോ. മൾബറിൻ്റെ ചെറിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ഇല കറി വെച്ച് കഴിക്കുക, അതിൻ്റെ പഴം കഴിക്കുക, തലമുടി നരയ്ക്കില്ല എന്നാണ് മൾബറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. യൂട്യൂബ് വഴിക്ക് കണ്ടതാട്ടോ. സുഹൃത്തുക്കളെ, എൻ്റെ ഈ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അടിക്കണം. എന്നാലേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഈ വാഴ റോബസ്റ്റിൻ്റെ അതേപോലെയുള്ള ഒരു വാഴയാണ്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് കളർ ഷീറ്റ് കൊണ്ടാണ് മോൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ മറച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് കൃഷിയോട് നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പാലക്കാട് ജില്ല ആയതുകൊണ്ടാവാം. പിന്നെ നമ്മളെ നാട്ടിലെ മുരിങ്ങ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചത്, മുരിങ്ങൻ്റെ മരം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞാണിത് 2 സൈസ് മുരിങ്ങ ഉണ്ട് കേട്ടോ പറഞ്ഞത്. 2 സൈസ്. ഇവിടെ സൗദിയുടെ തനതായ ഒരു ബെഡ് മുരിങ്ങ ഉണ്ട് എന്നാണ് ബായി പറഞ്ഞത്. ബായിമാരൻ കേട്ടോ എല്ലാവിടെയും ജോലിക്കാർ. ബായിയുടെ പേര് ഹുസൈൻ എന്നാണ് കേട്ടോ. എന്നെ എല്ലാ ചെടികളും കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മരങ്ങൾ, ഈന്തപ്പനകളും നമ്മളെ നാട്ടിൽ ഇപ്പോൾ കാണാത്ത, നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ കാണാത്തതുമായിട്ട് ഒരുപാട്. സുഹൃത്തുക്കളെ, എൻ്റെ കച്ചവടം ചോക്ലേറ്റുകളാണ്. മദീനത്ത് നിന്ന് 200 കിലോമീറ്റർ ചുറ്റളവിലും ഞാൻ ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കിയാൽ കാണാവുന്നതാണ്. നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് ചോക്ലേറ്റുകളുണ്ട്. പ്രത്യേകത ഹോൾസെയിൽ റേറ്റിനാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഡെലിവറി ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതല്ല. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് സൗദിയുടെ മുരിങ്ങയാണെന്നാണ് പറഞ്ഞു കേട്ടോ. നല്ല വണ്ണമുള്ള മുരിങ്ങക്കായ്കളാണ്, നല്ല വണ്ണമുള്ളതാണ് മുരിങ്ങക്കായ്കൾ. നമ്മളെ നാട്ടിൽ ഇത്ര വണ്ണം
വയ്ക്കൂല. ഇനി ഇത് ഗാർഡനിൽ നിൽക്കണ കാരണം കൊണ്ടാട്ടോ ഇത്ര വളങ്ങൾ, അവർ ഒരുപാട് വളങ്ങളൊക്കെ ചെയ്ത കാരണം കൊണ്ടാണ് ഇത്ര വണ്ണം. നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലൊന്നും ഇത്ര വണ്ണം വരില്ല. ഈ 50 ഡിഗ്രിയോളം ചൂടടിക്കുന്ന മരുഭൂമിയിൽ ആ മലകളൊക്കെ കണ്ടോ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന മലകളാണ്. ഇതിന് ചുവട്ടിൽ ഇത്രയും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് അത് നോക്കി നടത്തുന്ന ഇവർക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് കഫീൽ കൊടുക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം കേട്ടോ ഇവർക്കുള്ളത്. 1700 റിയാലാണ് ഇവർക്ക് ശമ്പളമുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ കച്ചവടത്തിന് പോകുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങൊക്കെ. കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക. പരമാവധി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരെല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം. ഒരുപാട് യൂട്യൂബർമാർ ഇപ്പോൾ ഗീവ് അവേ വയ്ക്കുന്നുണ്ട്. അതുപോലെ കരുതിക്കൊണ്ട് ഈ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ബിസിനസ്സും ഓൺലൈനിലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് തിരഞ്ഞെടുത്തത്. ഇത് മദീന ഖൈബർ റോഡാട്ടോ, തബൂക്ക് റോഡാണ്. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. പുതിയ ചോക്ലേറ്റുകൾ വരുന്നുണ്ട്.